കശ്മീരിൽ ജീവൻ നഷ്ടമായ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളം കരഞ്ഞ ദിവസം പിണറായി പങ്കെടുത്തത് പാർട്ടി സെക്രട്ടേറിയറ്റിലാണ്. കേരള ഗോവ ഗവർണർമാരെത്തിയ സംസ്കാര ചടങ്ങുകളിൽ നിന്നാണ് മുഖ്യമന്ത്രി വിട്ടുനിന്നത്. മിക്ക സംസ്ഥാനങ്ങളിലും കശ്മീർ ബലിദാനികളുടെ സംസ്കാരത്തിന് നേതൃത്വം നൽകിയത് അവിടുത്തെ മുഖ്യമന്ത്രിമാരായിരുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ഒരുപക്ഷെ അങ്ങനെ ഒരു മാന്യതയും മര്യാദയും ഒക്കെ പ്രതീക്ഷിച്ചതായി പോയോ തെറ്റ് എന്ന് കരുതേണ്ടി വരും കേരളത്തിലെ കാര്യത്തിൽ. പക്ഷേ ഇന്നലെ നമുക്കറിയാം, ഈ രാമചന്ദ്രൻ്റെ ധർമ്മപത്നി പോലും എത്ര കണ്ട് രോഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം, ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ രോഷം പ്രകടിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഭീകരാക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു അവിടെ എത്തിയ എല്ലാവരിലും കണ്ടത്. ആ ഒരു സാഹചര്യമെങ്കിലും കണക്കിലെടുക്കാമായിരുന്നു കേരള മുഖ്യമന്ത്രിക്ക് എന്ന് തോന്നുന്നു. ആ സമയത്ത് പാർട്ടി പരിപാടി, അതായത് ഒഴിവാക്കാമായിരുന്ന പരിപാടികളാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. പ്രശാന്ത്. തീർച്ചയായും കേരളം കണ്ണീരണിഞ്ഞ ദിവസം, രാജ്യം കണ്ണീരണിഞ്ഞ ദിവസം, അതോടൊപ്പം കേരളം ഇത്തരത്തിലൊരു വൈകാരിക മുഹൂർത്തത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യം, അത്തരം ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല നമുക്കറിയാം, ഈ തീവ്രവാദ ആക്രമണത്തിന് പിന്നാലെ എത്രത്തോളം വേദനയോടുകൂടിയാണ് ഒരു കുടുംബത്തിൽ, രാമചന്ദ്രന്റെ കുടുംബത്തിലുണ്ടായ ഒരു വേദനയായിട്ടല്ല നമ്മുടെ കേരള സമൂഹം കണ്ടത്. അത് ഓരോ മലയാളിയുടെയും കുടുംബത്തിലുണ്ടായ ഒരു വേദന എന്ന നിലയിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടേക്ക് നിരവധി പേരാണ് ഒഴുകിയെത്തുന്നത്. മാത്രമല്ല മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേരെത്തുന്നു. കേരളത്തിലെ ഗവർണർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അടക്കമുള്ളവർ അവിടെ എത്തുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായത്. മുഖ്യമന്ത്രിക്ക് അവിടേക്ക് എത്താൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ മുഖ്യമന്ത്രി തലസ്ഥാനത്തുണ്ടായിരുന്നു. മറ്റ് കാര്യമായ പരിപാടികളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ അവിടേക്ക് എത്താവുന്നത് മാത്രമേ ഉള്ളൂ. ഇനി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാൽ പോലും ഹെലികോപ്റ്റർ എന്ന സംവിധാനം പോലും മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിനായി ഇവിടെ വെറുതെ വാങ്ങിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അവിടേക്ക് എത്താൻ യാതൊരു കാലതാമസവും ഇല്ലാതെ അവിടേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അവിടേക്ക് എത്തിയില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത്തരത്തിലൊരു ബലിദാനിയുടെ, ഈ കാശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു ധീര ദേശാഭിമാനിയുടെ കുടുംബത്തോടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു സംസ്കാര ചടങ്ങുകളിൽ നിന്ന് നിന്നുകൊണ്ടൊരു സമീപനം സ്വീകരിച്ചത്. അങ്ങനെ മാറി നിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്ന യാതൊരു പരിപാടികളും നിലവിലുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം ഈ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ, അതുമായി ബന്ധപ്പെട്ട പാർട്ടി സെക്രട്ടേറിയറ്റ് മാത്രമാണ് ഉണ്ടായത്. അതിനെയും ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അത് ഒഴിവാക്കാതെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെയാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾ അടക്കമുണ്ടാകുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഹരിയാനയാകട്ടെ, ഛത്തീസ്ഗഡ് ആകട്ടെ, റായ്പൂർ ആകട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് കർണാടക ആകട്ടെ, ഈ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഈ കാശ്മീരിലെ തീവ്രവാദ ആക്രമണത്തിൽ ബലിദാനികളായവരുടെ സംസ്കാര ചടങ്ങുകൾ അതത് മുഖ്യമന്ത്രിമാർ തന്നെ നേതൃത്വത്തിലായിരുന്നു നടത്തിയിരുന്നത്. കാശ്മീരിൽ ഒമർ അബ്ദുള്ള പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകൾ അടക്കം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സമയം കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം ഇത്തരം ചടങ്ങുകൾ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ ഇത്തരം ചടങ്ങുകൾക്ക് നേതൃത്വം നടത്തേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന ആളെന്ന നിലയിൽ മുഖ്യമന്ത്രിയാണ്. മറ്റ് സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള മറ്റു കാര്യങ്ങൾക്ക് എല്ലാത്തിനും നേതൃത്വം വഹിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലൊരു സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടൊരു സമീപനം സ്വീകരിച്ചു. യാതൊരു മറ്റ് അല്ലെങ്കിൽ ഇതിനെ ഒരു ഒഴിവാക്കാൻ കഴിയാവുന്ന ഒരു ചടങ്ങായി മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിക്ക് ഇതിനൊരു പ്രസക്തി മുഖ്യമന്ത്രി ഇതിൽ കാണുന്നുള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓടിയെത്താമായിരുന്നു. മറ്റ് നാടൊന്നാകെ ഓടിയെത്തുന്നു. മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേർ അവരുടെ വ്യക്തിപരമായ തിരക്കുകളെല്ലാം ഒഴിവാക്കി അവിടേക്ക് എത്തുന്നു. കേരളത്തിന്റെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവിടേക്ക് എത്തുന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഈ സ്ഥലത്തെത്തുന്നു. അങ്ങനെ മറ്റ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തുന്നു. അങ്ങനെ എല്ലാവരും അവിടേക്ക് ഓടിയെത്തുകയും ആ കുടുംബത്തിനൊരു പിന്തുണ കൊടുക്കുകയും ആ കുടുംബത്തിന്റെ വേദനയോട് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുകയും അവർക്ക് ആ വേദനയെ സ്വന്തം വേദന എന്ന രീതിയിൽ പങ്കിട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട്. ആ സമയത്താണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുക എന്നൊരു കാരണം മാത്രം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ പങ്കെടുക്കാനായി മാത്രം ഈ ഒരു സംസ്കാര ചടങ്ങിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് മുഖ്യമന്ത്രി ആ സ്ഥലത്തേക്ക് പോകുവാൻ പോലും തയ്യാറായില്ല എന്ന് പറയാൻ കഴിയുന്നത് ധീര ദേശാഭിമാനി രക്തസാക്ഷിയായ ആ രാമചന്ദ്രൻ എന്ന വ്യക്തിയോടുള്ള കടുത്ത അവഗണനയാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ ആക്ഷേപങ്ങളെല്ലാം ഉയരുകയും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് ഇത്തരത്തിൽ
അനുചിതമായ ഒരു നടപടി ഉണ്ടായിരുന്നത്. നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അതത് മുഖ്യമന്ത്രിമാർ ഈ സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്തപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും വലിയ രീതിയിൽ തകരുമെന്ന സാഹചര്യത്തിൽ രാജ്യം തന്നെ വലിയ ആശങ്കയിൽ നിൽക്കുന്ന, വലിയ വേദനയോടെ ഈ 26 പേരുടെയും സംസ്കാര ചടങ്ങുകളിൽ ഒന്നാകെ പങ്കെടുക്കുന്ന ഒരു ദിവസമാണ് ഒരു മുഖ്യമന്ത്രി ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അത് രാഷ്ട്രീയം നോക്കിയാണോ എന്ന് സംശയിച്ചാൽ ആ സംശയത്തിന് ഒരുപക്ഷെ അടിസ്ഥാനം ഉണ്ടാകും എന്ന് നമുക്ക് പറയേണ്ടി വരും പ്രശാന്ത്. ഓക്കെ, ശരി.